Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Muatupuzha. Today I am going to discuss about important sure questions of principles of business decision. അപ്പോൾ നിങ്ങൾക്ക് നാളെ എക്സാം ആണ്. അപ്പോൾ അതിന് മെയിനായിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. മൊഡ്യൂൾ 1 ഷോർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. വാട്ട് ഡു യു മീൻ ബൈ എക്കണോമിക്സ്? ദെൻ മൈക്രോ എക്കണോമിക്സ്, ഡിഫൈൻ ഡിസിഷൻസ്, പ്രോഗ്രാംഡ് ഡിസിഷൻസ്, വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ റീസണിങ്, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇത്തരം ചോദ്യങ്ങളാണ് മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്? 8 മാർക്സിലേക്ക് വരാണ്. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്? എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ 15 മാർക്സിലാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻ, എക്സ്പ്ലെയിൻ ദ എക്കണോമിക് തിയറീസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, വാട്ട് ആർ ദി വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും നമുക്ക് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 2 വന്നു കഴിയുമ്പോൾ ഒരു വലിയ മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഡിഫൈൻ ഡിമാൻഡ് ഷെഡ്യൂൾ, വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്, വാട്ട് ഈസ് ഡിമാൻഡ് കർവ്, given paradox, what are the determinants of demand, what is cross elasticity, what is Delphi method, what is demand function തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. 8 മാർക്കിലേക്ക് വന്നു കഴിയുമ്പം വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്, വാട്ട് ആർ ദി കോസസ് ഫോർ ഓപ്പറേഷൻ ഓഫ് ദി ലോ, വാട്ട് ആർ ദി എക്സംഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡ്, ഡിസ്കസ് ദി ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി, വാട്ട് ഈസ് ഇൻകം ഇലാസിറ്റി, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ആൻഡ് ലോങ് ടേം ഫോർകാസ്റ്റിംഗ്. ഇത്തരം ചോദ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത്. എസ് എ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഹൗ ഡസ് ദി അനാലിസിസ് ഓഫ് ഡിമാൻഡ് കോൺട്രിബ്യൂട്ട് ടു ദി ഡിസിഷൻ മേക്കിംഗ്? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ദ വേരിയസ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് അത് പഠിച്ചാൽ തന്നെ ഒരു മജോറിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് പഠിച്ച ഏതെങ്കിലും മെത്തേഡ്സ് ഒക്കെ പഠിച്ച് വെക്കുകയാണെങ്കിൽ 3 മാർക്സിന് അതിൽ ഏത് മെത്തേഡ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ആസ് സജസ്റ്റഡ് ബൈ പ്രൊഫസർ ജോയൽ ഡീൻ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വാട്ട് യു മീൻ ബൈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, വാട്ട് ഈസ് മാർജിനൽ പ്രോഡക്റ്റ്, വാട്ട് ആർ ഐസോക്വൻറ്റ്, വാട്ട് ഈസ് ഐസോ കോസ്റ്റ് കർവ്, ദെൻ വാട്ട് ഈസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ തുടങ്ങിയ ക്വസ്റ്റ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. 8 മാർക്കിലേക്ക് വന്നു കഴിയുമ്പം വാട്ട് ആർ ദ റീസൺസ് ഫോർ ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, വാട്ട് ഈസ് സ്കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഐസോക്വൻറ്റ്, വാട്ട് യു മീൻ ബൈ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്, ഹൗ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 15 മാർക്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ explain with examples the law of return to scale, explain briefly the law of diminishing returns and its relevance to business decisions, what do you mean by economies of scale, explain different economies of scale. അപ്പം economies of scale ലോങ് റണ്ണും ഉണ്ട് ഷോർട്ട് റണ്ണും ഒക്കെ ഉണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. മൊഡ്യൂൾ 4 വന്നു കഴിഞ്ഞാൽ ഡിഫൈൻ മണി കോസ്റ്റ്, വാട്ട് ഈസ് ആക്ച്വൽ കോസ്റ്റ്, ഡിഫൈൻ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, വാട്ട് ഡു മീൻ ബൈ സങ്ക് കോസ്റ്റ്. ഒത്തിരി ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ ചാപ്റ്ററിൽ. വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ്, ഫിക്സഡ് വേരിയബിൾ, ദെൻ എന്താണ് ഫ്യൂച്ചർ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അങ്ങനെ ഇഷ്ടം പോലെ ആക്ച്വൽ കോസ്റ്റ്, ഫിനാൻഷ്യൽ കോസ്റ്റ്, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, വാട്ട് ഈസ് ഒപ്റ്റിമം ഫേം, വാട്ട് ഈസ് അർജൻറ്റ് കോസ്റ്റ്, ഡിഫൈൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ്. ഇനി 8 മാർക്കിലേക്ക് വന്നു കഴിയുമ്പം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു അർജൻറ്റ് കോസ്റ്റ് ആൻഡ് പോസ്റ്റ്പോണബിൾ കോസ്റ്റ്, എക്സ്പ്ലെയിൻ ABC, AFC, ATC ആൻഡ് MC, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. ഈ ABC, AFC, ATCയുടെയൊക്കെ ചിലപ്പോൾ പ്രോബ്ലംസും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി 15 മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഒപ്റ്റിമം ഫേം, എക്സ്പ്ലെയിൻ ഹൗ ഫേംസ് റീച്ച് ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം വിത്ത് റെഫറൻസ് ടു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ, എക്സ്പ്ലെയിൻ ദ കോസ്റ്റ് ഫംഗ്ഷൻ, എക്സ്പ്ലെയിൻ കോസ്റ്റ് കൺസെപ്റ്റ് ഇൻ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ. ഇത്രയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൊഡ്യൂൾ 5 വന്നു കഴിഞ്ഞാൽ ഡിഫൈൻ മാർക്കറ്റ്, ഡിഫൈൻ മൊണോപ്പൊളി, ഡിഫൈൻ ഇക്വിലിബ്രിയം, ഡിഫൈൻ റിസർവ് പ്രൈസ്, വാട്ട് ഈസ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാട്ട് ഈസ് ഡിയോക്സണി, ദെൻ കിങ് ഡിമാൻഡ് കർവ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 8 മാർക്കിലാണെങ്കിൽ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിംഗ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്യൂർ കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്പ്ലെയിൻ കൊളൂസീവ് മോഡൽ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളി തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. 15 വന്നു കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലെയിൻ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ,
വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽസ്, എക്സ്പ്ലെയിൻ മൊണോപ്പൊളി, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ആൻഡ് ഈവിൾസ്. ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നോക്കിയിട്ട് പോയാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എക്സാം നല്ല എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.